കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അരങ്ങൊഴിഞ്ഞ മനോഹരമായ ഒരു കലാരൂപത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ഒരു കൂട്ടം കലാകാരികൾ. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് സ്ഥിരമായി ചുവടുവെക്കുന്ന തിരുവാതിരക്കളിക്കു പകരം ഇക്കുറി കിണ്ണം കളിയാണ് ഈ കലാകാരികൾ അരങ്ങിലെത്തിക്കുന്നത്. തിരൂർ തൃപ്രങ്ങോട് ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവ ദിവസം വ്യത്യസ്തമായ ഈ കിണ്ണം കളിയും അരങ്ങിലെത്തും. കാണാൻ തിരുവാതിരക്കളി പോലെ തന്നെ, പക്ഷെ കയ്യിലൊരു കിണ്ണം. ഇതാണ് കിണ്ണം കളി. ഒരു കാലത്ത് തിരുവാതിരയോടൊപ്പം തന്നെ കേരളത്തിൽ ഏറെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണിത്. ഇന്ന് അരങ്ങൊഴിഞ്ഞ ഈ കളി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് തൃപ്പങ്ങോടുള്ള ഒരു കൂട്ടം കലാകാരികൾ. ധനുമാസത്തിലെ തിരുവാതിര സ്ത്രീകൾക്ക് ഭക്തിയുടെയും വ്രതത്തിന്റെയും ആഘോഷത്തിന്റെയും നാളുകളാണ്. പാതിരാ പൂച്ചുടലും തിരുവാതിര നോയമ്പ് നോൽക്കലുമെല്ലാം തങ്ങളുടെ പാതിക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെ ചെയ്യുന്നതാണ്. ശിവനും പാർവതിയും തമ്മിൽ വിവാഹം നടന്നത് ധനുമാസത്തിലെ തിരുവാതിര ദിവസമാണ് എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ പ്രാധാന്യത്തോടെ തിരുവാതിര ആഘോഷമാക്കുന്നത് ശിവക്ഷേത്രങ്ങളിലാണ്. ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നത് തിരുവാതിരക്കളിയാണ്. കത്തിച്ചുവെച്ച നിലവിളക്കിനു മുന്നിൽ തിരുവാതിര രാവിൽ ധനുമാസരാവിന്റെ തണുപ്പിൽ ചുവടുവെക്കുന്നവരുണ്ട്. തൃപ്പങ്ങോട് ക്ഷേത്രത്തിലും തിരുവാതിര ഉത്സവമായാണ് കൊണ്ടാടുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും തിരുവാതിരക്കളിയും ഉണ്ടാകും. എന്നാൽ ഈ വർഷം വളരെ വ്യത്യസ്തമായി ഒരു കാലത്ത് തിരുവാതിരക്കളി പോലെ തന്നെ പ്രാധാന്യം നിറഞ്ഞ കിണ്ണം കളിയാണ് അരങ്ങിലെത്തുന്നത്. കാലത്തിന്റെ മാറ്റങ്ങൾക്കിടയിൽ അരങ്ങൊഴിഞ്ഞ മനോഹരമായ ഒരു കലാരൂപം. ഇന്ന് ഈ കലാരൂപത്തെ വീണ്ടും അരങ്ങിലെത്തിക്കുകയാണ് ഒരു കൂട്ടം കലാകാരികൾ. വ്യത്യസ്തമായിട്ടുള്ള ഒരു കളിയാണ് കിണ്ണം കളി. തിരുവാതിര പോലെ തന്നെ ഉണ്ട് കാണാനും. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളി ഇപ്പോൾ കൊണ്ടുവന്നത്? ശരിക്കും പണ്ട് കാലത്ത് നിലനിന്നിരുന്നൊരു കലാരൂപമാണെന്നാണ് പറയുന്നത്. അതിപ്പോൾ ഈ ഒരു ഇടയ്ക്ക് വെച്ചിട്ടാണ് മുൻനിരയിലേക്ക് വരുന്നത്. അപ്പോൾ അന്യം നിന്ന് പോയ ആ ഒരു കലാരൂപം വീണ്ടും വരട്ടെ എന്നൊരു ഉദ്ദേശം കൊണ്ടാണ്, അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ വരട്ടെ എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം അത് തൃപ്രങ്ങോട് ഉത്സവത്തിന് കളിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. കാലം മാറുന്നതിനനുസരിച്ച് കലാരൂപങ്ങളിലും മാറ്റം വന്നു. അത്തരത്തിൽ അന്യം നിന്നു പോയതാണ് കിണ്ണം കളി. നൃത്തച്ചുവടുകളും പാട്ടുമെല്ലാം തിരുവാതിരക്കളിക്ക് സമാനമാണ്. എന്നാൽ നൃത്തം ചെയ്യുന്നവരുടെ ഇരുകൈയിലും ഓരോ കിണ്ണമുണ്ടാകും. പരന്ന പാത്രം, കൈക്കുള്ളിൽ വയ്ക്കുന്ന പാത്രം നിലത്തു വീഴാതെ നൃത്തം ചെയ്ത് അവസാനിപ്പിക്കണം. വിരലുകൾ കൊണ്ട് കിണ്ണം പിടിക്കരുത്. കുമ്മിയടിക്കുമ്പോഴും കൈകൊണ്ടുള്ള ചുവടുകൾ വയ്ക്കുമ്പോഴും കിണ്ണം താഴെ പോകരുത്. ഉത്സവത്തിന്റെ 3-ാം ദിനമായ ജനുവരി 8-ന് ഇവർ ഈ നൃത്തം ക്ഷേത്രത്തിൽ അവതരിപ്പിക്കും. ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ തന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു നമ്മൾ തൃപ്രങ്ങോട് ക്ഷേത്രത്തിൽ. അങ്ങനെയാണ് നമുക്ക് കിണ്ണം കളി ആക്കിയാലോ എന്നുള്ളൊരു പ്ലാൻ എത്തിയത്. അങ്ങനെ ഇവിടെ വരെ എത്തി. നമ്മളെ ഗ്രൂപ്പിൻ്റെ പേര് ശിവദം എന്നാണ്. അതിൽ 35 പേരുണ്ട് ഈ വർഷം. കഴിഞ്ഞ വർഷം ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഇനിയും മക്കൾ കൂടട്ടെ എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹം. ഞങ്ങൾ ആരില്ലെങ്കിലും അവർ ഈ ഗ്രൂപ്പ് മുന്നോട്ട് നിലനിർത്തി കൊണ്ടുപോകണം. അതാണ്. തൃപ്പങ്ങോട് ശിവദം എന്ന നൃത്തസംഘത്തിലെ കലാകാരികളാണ് കിണ്ണം കളിയുമായി എത്തിയിരിക്കുന്നത്. ജോലി തിരക്കുകളും മറ്റും മാറ്റിവെച്ച് എന്നും വൈകിട്ട് ഒത്തുകൂടി പരിശീലനം നടത്തും. ഈ സംഘത്തിൽ തന്നെയുള്ള കുട്ടികളുടെ തിരുവാതിരയും മറ്റു നൃത്തങ്ങളും ഉത്സവത്തിന് അരങ്ങേറും. കാലത്തിന്റെ മാറ്റങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട കലാരൂപം പ്രചാരത്തിലെത്തിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അരങ്ങൊഴിഞ്ഞ കലാരൂപത്തെ അരങ്ങിലെത്തിക്കാനുള്ള ശ്രമത്തിലാണിവർ. കിണ്ണം കളിയെ പ്രചാരത്തിലെത്തിക്കാൻ ഇവരുടെ പരിശ്രമത്തിന് സാധിക്കട്ടെ. തൃപ്പങ്ങോട് നിന്നും ക്യാമറാമാൻ വൈഷ്ണവിനോടൊപ്പം സംഗീത, കേരള വിഷൻ.